ആരാധ്യരായ സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ധന്യം ഈ ജീവിതത്തില് സ്വന്തം അനുഭവങ്ങളാണ് പറയാറുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കേണ്ടത് സ്വന്തം അനുഭവങ്ങളാണ്. സ്വന്തം അനുഭവങ്ങളല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പ്രസംഗിക്കുന്നവരുണ്ട്. 1743 ഇന്ന ചിന്തകൻ എന്താണ് പറഞ്ഞത് അതൊന്നും കേൾക്കണ്ട, ഇയാളുടെ അല്ലല്ലോ. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ അനുഭവം. എഴുത്തുകാരെഴുതുന്നതും അവരുടെ വ്യക്തി ജീവിതത്തിലെ അനുഭവം തന്നെ ആണ്. ഞാൻ എഴുതിയിട്ടുള്ള 100 കഥകളും നോവലാണെങ്കിലും ശരി, ഞാൻ കണ്ട ജീവിതമാണ് പറയുന്നത്. ദിവസേന വൈകുന്നേരം ഒരു 5:30 മണിയായി കഴിഞ്ഞാൽ എനിക്കൊരു വെപ്രാളുണ്ട്. പിന്നെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല. എന്റെ ഒരു ശീലമാണ്, ജന്മം മുതൽക്കേ ഉള്ളതാണ്. 5:30 മണി കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണം. അപ്പൊ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അവനവന്റെ വീട്ടിലല്ല താമസമെങ്കിൽ പോലും ഒരു കറക്കം കറങ്ങി വരണം. ചില ദിവസം വൈകുന്നേരം, ചില ദിവസം നല്ല, മിക്കവാറും ദിവസങ്ങൾ വൈകുന്നേരം എവിടെയെങ്കിലും ഒരു ഉദ്ഘാടനമോ സദസ്സോ ഉണ്ടോ. അതിന് എത്ര മണിക്ക് അവര് വണ്ടി വരുന്നു അതിനു മുമ്പേ നടത്തം കഴിഞ്ഞിട്ട് എത്തും. ചിലപ്പോ വഴി മാറിയൊക്കെ ഞാൻ വരും, ചിലപ്പോ സ്പീഡിൽ നടക്കും. കാരണം എന്നെ കൊണ്ടുപോകേണ്ട വണ്ടി വരുമ്പോ അവര് എന്നെ വഴിയിൽ വെച്ച് കണ്ടാൽ മോശമല്ലേ. ഇയാൾ ഇതിലൊക്കെ നടന്നു പോകുന്ന ആളാണ്, ഇയാളെ വണ്ടി കൊണ്ടുപോകേണ്ട പ്രാധാന്യം ഉണ്ടെന്ന് അവർക്ക് തോന്നില്ല. ആ കാരണം കൊണ്ട് നേരത്തെ എത്തും, കുളി കഴിയും. ഈ നടത്ത വൻ നഗരങ്ങളിലൊക്കെ പോയിട്ട്, മദ്രാസിനകത്താൽ താമസിക്കുന്ന ഹോട്ടൽ മുതൽക്ക് ആ മെജസ്റ്റിക് കോർണർ വരെ നടക്കാറുണ്ട്. അനവധി കാര്യങ്ങൾ ചിന്തിക്കാൻ അവസരം നൽകും. അങ്ങനെ പതിവില്ലാത്ത രീതിയിൽ പുതിയൊരു റൂട്ട് കൂടെ ഒന്ന് നടന്നു നോക്കി. അപ്പൊ ഒരു വീടിന്റെ ഗേറ്റിന്റെ അവിടെ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. എന്നോട് ചിരിച്ചു, സാർ എന്താ ഈ വഴി? ഞാൻ പറഞ്ഞു, പല വഴി കൂടി നടക്കാറുണ്ട്, ഇന്നിപ്പോ ഈ വഴി കൂടെ വന്നു. ഞാൻ ഇപ്പൊ ഇവിടെയാണ് കേട്ടോ. വേറെ എവിടേക്ക് വേറെ ജോലി ചെയ്ത ആളാണ് യുവാവ്. എന്നെ അറിയാം, പുസ്തകം കേട്ട ആളാണെന്ന് പിന്നീട് മനസ്സിലായി. പിറ്റേ ദിവസം അതിലേ പോകുന്നു. അപ്പൊ അവിടെ ഒരു പ്രമാണി അവിടെ ഗേറ്റിന്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. വീടിന്റെ ഉടമസ്ഥനാവണം. കാഴ്ചയില് പ്രമാണിമാരെ നമുക്ക് കണ്ടാൽ അറിയാം. 3-ാമത്തെ ദിവസം അതിലെ പോകുമ്പോ ആ യുവാവ് പറഞ്ഞു, പിന്നെ ഇവിടുത്തെ സാറിനോട് ഞാൻ താങ്കളെ കുറിച്ച് പറഞ്ഞു, ഏതായാലും നടന്നു പോകുന്നുണ്ടല്ലോ, ഒന്ന് പരിചയപ്പെടാൻ വീട്ടിലേക്കൊന്ന് കയറണമെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അണ്ടപ്പ അകത്തുണ്ടോ? അതിനൊന്ന് ഞാൻ വരാം, ഞാൻ അങ്ങനെ വില കൂടിയ വസ്തു ഒന്നുമല്ല. ഞാൻ അകത്ത് കയറി ഒരിടത്ത് അദ്ദേഹം വന്ന് ഇരിക്കാൻ പറഞ്ഞു. പരിചയപ്പെട്ടു. വളരെ വലിയൊരു ബാങ്കിന്റെ, എനിക്ക് വലിയ ബാങ്ക് ഏതാണെന്ന് ചെറിയ ബാങ്ക് ഏതാണെന്ന് അറിയാത്ത ഒരു സാധാരണ കോപ്പറേറ്റീവ് ബാങ്കാണ് ഞാൻ. അപ്പൊ അത്ര വലിയൊരു ബാങ്കിന്റെ ഉന്നത സ്ഥാനത്ത് നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പൊ അവിടെ ഒറ്റയ്ക്കാണ് താമസം. വളരെ വലിയൊരു ബംഗ്ലാവാണ് അദ്ദേഹത്തിന്റെ. നേരത്തെ കണ്ടത് പരിചാരകനാണ്. 2
പെൺമക്കളെയും കല്യാണം കഴിച്ച് വിദേശത്താണ് ഭർത്താക്കന്മാരുടെ കൂടെ. ഭാര്യ മരിച്ചിരിക്കുന്നു. അതപ്പോഴാണ് അറിയണത്. ഇപ്പൊ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ചോറ് വെച്ചു കൊടുക്കാൻ ഒരാള് ഉണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോ, ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോ അവര് ഏതിനായിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കണം, ആ വിഷയമല്ലാത്ത അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ നമുക്ക് യാതൊരു ഗുണവുമില്ല. നമുക്ക് ഗുണം കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തിയുടെ മനസ്സ് രമിച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കേട്ടാൽ നമുക്കറിയാം. ആ വ്യക്തി പാചകക്കാരനാണെങ്കിൽ ഞാൻ പാചകത്തെ പറ്റി മാത്രമേ സംസാരിക്കൂ. ഭാരതത്തിന്റെ രാഷ്ട്രീയമൊന്നും ഇയാളിൽ നിന്ന് കേൾക്കേണ്ട കാര്യമില്ല. അയാൾ പാചകത്തിന്റെ വിദഗ്ധനല്ലേ. കന്ന് കച്ചവടക്കാരനാണെങ്കിൽ ആ കന്നുകാലികളെ ഇപ്പോഴത്തെ വില, 1 കിലോ മാംസത്തിന് എന്ത് വിലയുണ്ട്, ഇതൊക്കെ ഞാൻ സംസാരിക്കും. അവരുടെ ഏതൊന്നിൽ അവര് ആമഗ്നായിരിക്കുന്നുവോ ആ വിഷയമാണ് നമുക്ക് ഗുണം. എന്റെ വിഷയം സാഹിത്യമാണ്. അതിൽ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് വേസ്റ്റായ ജീവിതങ്ങൾ. പിന്നെ എന്താ വെച്ചാ പരിചാരകം പറഞ്ഞു ഈ പോണ ആള് ഇന്നൊരാളാണ്, അന്ന് പരിചയപ്പെടാൻ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ. ഇപ്പൊ ഭാര്യയല്ല, അതുകൊണ്ട് ഒരു ചായം കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പരിചാരകനോട് പറഞ്ഞാണ് ഒന്ന് കേറാൻ പറയണമെന്ന്. ഈ വായ തോന്നിയ സാഹിത്യം എഴുതി എന്താ കിട്ടുക? 0, ഒരു ദിവസം കിട്ടും. അപ്പൊ ആ വ്യക്തി ഇതൊന്നും അറിയാനില്ല. ഇല്ലാത്ത ഇങ്ങനെ ഓരോന്നിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ എഴുതി കുട്ടുന്ന കുറെ പേരുണ്ട്. എന്നായിരിക്കാം, ഇതൊന്നും അദ്ദേഹം പറഞ്ഞില്ല, ആയിരിക്കാം അദ്ദേഹത്തിന്റെ മനോഭാവം. എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് പലതും മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ സംസാരം ഇപ്പൊ ഇവിടെ ഒരു 4-5 വീട് അദ്ദേഹത്തിനുണ്ട്. 5 വീടും വാടക കൊടുത്തിരിക്കുകയാണ്. ആ വാടകക്കാരുടെ സ്വഭാവം തക്ക സമയത്ത് വാടക അടയ്ക്കാത്തവര്, അടയ്ക്കുന്നവര്, ഈ വിഷയത്തെക്കുറിച്ച് ഭംഗിയായിട്ട് അദ്ദേഹം സംസാരിച്ചു. നന്നായിട്ട് പറഞ്ഞു. എന്റെ വീട്ടിലൊരു താമസക്കാരുണ്ട്, അയാൾ എന്നോടത്തിലാണ് പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതി ഗൂഗിളിൽ ഞാൻ നോക്കുമ്പോ വാടക വന്നിട്ടില്ല. അതുകൂടാതെ എന്നെ വീട് റിപ്പയർ ചെയ്തു, വൈറ്റ് വാഷ് ചെയ്യേണ്ടി വന്നു. 2 ലക്ഷം റുപ്യായി വൈറ്റ് വാഷ് ചെയ്യാൻ. ഇനിയിപ്പോ അത് വാടക കിട്ടിയിട്ട് എപ്പോഴത് മുതലാവുക? ഈ സാമ്പത്തിക കാര്യങ്ങള്, ഭൂമി നിലവാരം, പെരുവണ്ണാമുഴിയിൽ ഞാൻ ഇത്ര ഏക്കറ വാങ്ങി, മറച്ചു വിൽക്കാന്നാ വിചാരിച്ചു. നോക്കുമ്പോ വില കുറയും. വില കുറയുന്നു എന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എളുപ്പത്തിൽ വിൽക്കളയാന്ന്. അപ്പൊ പിന്നെയും കുറയുക. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വിൽക്കണില്ല. ഇങ്ങനെ പറഞ്ഞ് ജീവിതത്തെ പറ്റി പല കാര്യം ചോദിച്ചു. ഇപ്പൊ ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും മോശമായ കാര്യമല്ല. ധന്യമേ ജീവിതത്തിന്റെ ശ്രോതാക്കൾ ഇതിൽ താല്പര്യമുള്ളവരുണ്ട്, അത് മോശമാണെന്ന് പറയല്ല. ഇപ്പൊ ഞാൻ ഷെയർ മാർക്കറ്റിലാണ്. കുറെ ഷെയറുകളെ കുറിച്ച് പറഞ്ഞു. ഇന്നേന് വില വളരെ കൂടെ കുറഞ്ഞു. ഒരുവിധം വില കൂടുമ്പോ നമ്മൾ ഒഴിവാക്കണം. കാരണം വെച്ചാൽ ഇനിയും കൂടുന്നു വിചാരിച്ചിരുന്ന ചിലപ്പോ കുറയുക ചെയ്യുക. പറഞ്ഞില്ല എന്നിട്ടോ ഇങ്ങനെയൊക്കെ നോക്കിയാൾക്ക് നഷ്ടവും വരും. ഷെയർ മാർക്കറ്റിന്റെ 18ാമത്തെ അടവും അറിയുന്ന വ്യക്തി അപ്പൊ നമ്മൾ ഒഴിവാക്കണം. കൂടാൻ കാത്തിരിക്കുന്നതൊക്കെ പറഞ്ഞ വ്യക്തിക്ക് നഷ്ടം പറ്റിയ ചരിത്രം കുറെ പറഞ്ഞു. രാവിലെ എണീറ്റാൽ ഷെയറുകൾ എവിടെ എത്തി നോക്കും. അതനുസരിച്ച് എത്ര സമ്പത്ത് തനിക്കുണ്ടെന്ന് പുള്ളി സങ്കല്പിക്കുന്നുണ്ടാവില്ല. അതിനാണല്ലോ ഈ ഷെയറിനെ നോക്കുന്നത്. 2 പെൺമക്കളും വിദേശത്ത്. ഏട്ടയ്ക്ക് സുഖമില്ല എന്നൊരു വരിയെ ചോദിക്കുള്ളൂ, അല്ലാതൊന്നും ചോദിക്കില്ല. അല്ലാതെ ഒരുമിച്ച് താമസിക്കുന്ന
പോലെ അവിടെ എന്തായി, പൂച്ചക്കുട്ടി പ്രസവിച്ചോ എന്നുള്ള ചോദ്യമൊന്നും ഇല്ലല്ലോ, മക്കള് കല്യാണം കഴിഞ്ഞു പോയി. ആ ഷെയർ മാർക്കറ്റിലേക്ക് ശ്രദ്ധിച്ചിട്ട് ഇന്നേന്റെ ഷെയർ ഇപ്പൊ വല്ലാതെ കുറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ആഗസ്റ്റ് ആവുമ്പോഴേക്കും അത് കൂടും തീർച്ചയാണ്. ഇത് കേട്ടിരിക്കുന്നത് എന്റെ ഭാവം കണ്ടാൽ ഇതൊക്കെ കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ്. എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല. യാത്ര പറഞ്ഞു പോരുമ്പോ എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഒരാൾക്ക് ഇപ്പൊ എന്താണ് ഇല്ലാത്തത്? അതല്ലേ വേണ്ടത് ആർക്കും. എനിക്ക് ഇപ്പൊ ഇല്ലാത്തത് എന്താണ്? അതല്ലേ വേണ്ടത്. താമസിക്കാൻ വീടുണ്ട്, അപ്പോഴോ വീടിന്റെ പ്രശ്നം കഴിയല്ലേ. 400 ലിറ്റർ വെള്ളം വേണം ഒരു ദിവസം, അത് 4000 ലിറ്ററിന്റെ ടാങ്കിന്റെ പ്രശ്നം കഴിഞ്ഞില്ലേ. ഏതൊരു വ്യക്തിക്കും വേണ്ടത് ഉള്ളതല്ല ഇല്ലാത്തതല്ലേ ഉണ്ടാക്കേണ്ടത്. കൂടുതൽ അനുകരണീയമായുള്ള ജീവിതമല്ലേ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ ഒരു ജന്മം കിട്ടി, ഈ ജന്മം മുഴുവൻ ഈ വാർദ്ധക്യത്തില് ഒരു 84 വയസ്സെങ്കിലും ഉണ്ടാവും. ഈ ഷെയർ മാർക്കറ്റിലേക്ക് മാത്രം നോക്കി നോക്കി ആ ജീവിതത്തിന്റെ അവസാനം എന്തായിരിക്കും? ഇവിടുത്തെ ക്ലാസിക്കുകളിൽ വളരെ വലിയ ജ്ഞാനം പകർന്നു തന്ന ഋഷീശ്വരന്മാരില്ലേ, അവര് പറഞ്ഞത് നമ്മൾ കേൾക്കണ്ടേ? ഇല്ലാത്തത് ഉണ്ടാക്കണ്ടേ? ആരുടെ കാര്യത്തിലും അറിവില്ലാത്തവൻ അറിവുണ്ടാക്കണം. ഭൂമി ഉള്ളവൻ ഇനി എന്തിനാ ഉണ്ടാക്കുന്നത്? പണമുള്ളവൻ ഇനി എന്തിനാ ഉണ്ടാക്കേണ്ടത് എന്ന് ആ സമയത്ത് ഞാൻ ചിന്തിച്ചു. ഏതൊരു വ്യക്തിയും അവർക്ക് ഇല്ലാത്തത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം, അല്ലാത്ത പക്ഷം അവൻ ദരിദ്രരാണ് എന്നാണ് അർത്ഥം. ഞാൻ മനസ്സിൽ ചിന്തിച്ച കാര്യം പ്രേക്ഷകര് തുടർന്ന് ചിന്തിക്കട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.